ഈ വർഷം 2025 ഇറങ്ങിയ ഏറ്റവും മികച്ച സിനിമകൾ ഒന്നെന്ന് ധാരാളം അപ്രിസിയേഷനുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ് ഇവ വിക്ടറിന്റെ ആദ്യ സംവിധാനത്തിലുള്ള സോറി ബേബി. ഒറ്റ വരിയിൽ പറയുവാണെങ്കിൽ എ പെർഫെക്റ്റ്ലി റെസ്ട്രെയിൻഡ് എക്സ്പ്ലോറേഷൻ ഓഫ് ട്രോമ. ഇതിലും മനോഹരമായിട്ട് ഈ സിനിമയെ വിശേഷിപ്പിക്കാനാവില്ല. ആഗ്നസ് എന്ന പെൺകുട്ടിക്ക് അവളുടെ 25-ാം വയസ്സിൽ ഏറ്റവും മോശകരമായ ഒരു സംഭവം നടക്കുകയും അതിനുശേഷമുള്ള 4 വർഷങ്ങൾ അവളുടെ ജീവിതത്തിൽ എന്താണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നും ആ മോശ സംഭവം എങ്ങനെയാണ് അവളെ ബാധിച്ചിട്ടുള്ളതും എന്നൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. സെക്ഷൽ അസോൾട്ടും ട്രോമയും ഒക്കെയാണ് സിനിമയുടെ കഥയെങ്കിലും ഇൻഡിപെൻഡന്റ് ബ്ലാക്ക് കോമഡി ഡ്രാമ എന്ന ജോണറിലാണ് സിനിമ വരുന്നത്. Did you bring a cat into the grocery store? No. Yes, you did. ഇവ വിക്ടർ തന്നെയാണ് സിനിമയുടെ രചനയും സംവിധാനവും സിനിമയുടെ തന്നെ നായികക്കല്ലായ ആഗ്നസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. You said? You're lying. No, I'm not. സിനിമയെ പോലെ തന്നെ ആഗ്നസിന്റെ അഭിനയവും ഡയറക്ഷനും ഒക്കെ വളരെയധികം അപ്രിസിയേഷൻ ഏറ്റുവാങ്ങുന്നുണ്ട്. ട്രോമ വളരെ റിയൽ ആയിട്ട് ഡീപ്പായിട്ട് റോ ആയിട്ടൊക്കെ ഈ സിനിമയിൽ ഉടനീളം പറയുന്നുണ്ട്. വളരെ സെൻസിറ്റീവായിട്ട് ഭയങ്കര ഒരു ഒതന്റിക് വേയില്. ഒരു അൺബിലീവബിൾ കൺട്രോൾ ഓഫ് ടോൺ ആണ് സിനിമയ്ക്കുടനീളം. ഒരു നിമിഷം ഒരു ഹിലാരിയസ് സീൻ ആണെങ്കിൽ അടുത്ത നിമിഷം അതൊരു ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. തൊട്ടടുത്ത നിമിഷം തന്നെ ഒരു ടെറിഫയിങ് സാധനം വരും. അങ്ങനെ ഒരു വല്ലാത്തൊരു റിയൽ ഡീലാണ് ഈ സിനിമയ്ക്ക്. ദ ബ്യൂട്ടി ഓഫ് വർക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമ. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെന്ന് ആഗ്നസിന് സ്നേഹത്തോടെ ഒരു അഗ് കൊടുക്കാൻ തോന്നും. ഒരു പക്ഷെ നമുക്ക് ആഗ്നസിനോട് തോന്നിയില്ലെങ്കിലും ആഗ്നസ് ആ സിനിമയിലൂടെ നമുക്കൊരു വാം ഹഗ് തരുന്നതായിട്ട് നമുക്ക് തോന്നും. അതാണ് എനിക്ക് ഈ സിനിമയിലൂടെ തോന്നിയത്. വളരെ സ്ലോ ആയിട്ട് ഒരു റോ ആയിട്ട് ഒരു ഡീപ്പായിട്ടൊരു സിനിമ കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മിസ്സാക്കരുത് ഈ ചിത്രം.